ഏറ്റവും അവസാന നിമിഷവും പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് VS പുറപ്പെടുന്ന ഏറ്റവും അവസാന നിമിഷവും ഹൃദയം മുറിഞ്ഞുള്ള മുദ്രാവാക്യങ്ങളാണ്. എന്താണ് VS എന്ന് വിളിച്ചു പറയുന്ന, എന്താണ് VS ഈ ജനസമൂഹത്തിന് നൽകിയത് എന്ന് വിളിച്ചു പറയുന്ന മുദ്രാവാക്യങ്ങളാണ്. ജീവൻ കൊടുത്തു, ജീവിതം കൊടുത്തു, കയ്യിലുള്ളതെല്ലാം കൊടുത്തു, ആരോഗ്യം കൊടുത്തു. ഭരണകാലത്ത് ഏറ്റവും സാധാരണക്കാരന്റെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട നീതി നിഷേധിക്കപ്പെട്ടവന്റെ ഏറ്റവും വലിയ പ്രതിരോധമായി നിലകൊണ്ടു. ഈ നാട് അതിനെല്ലാം കടം വീട്ടുകയാണ്. തീർച്ചയായും അത് 101 വയസ്സ് കഴിഞ്ഞ VS അച്യുതാനന്ദന് ജന്മനാടിന്റെ വിടയാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു VS, അവർക്ക് ആരായിരുന്നു VS എന്നതാണ് കഴിഞ്ഞ 2-2.5 മണിക്കൂറായി ഈ പുന്നപ്രയിലെ വീട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പുന്നപ്രക്കാർ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. ഇന്നലെ രാവിലെ മുതൽ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് VSനെ കാണാനായി, ഒരു നോക്ക് കണ്ട അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ജനസഞ്ചയത്തിന് മുന്നിലേക്ക് ഏതാണ്ടവർ ഒരു രാത്രി മുഴുവൻ ഇവിടെ ഉറക്കം ഒളിച്ചു കാത്തിരുന്നു തങ്ങളുടെ പ്രിയ നേതാവിന് വേണ്ടി. വികാരനിർഭരമായ ഒരു യാത്രയെപ്പാണ് VS അച്യുതാനന്ദൻ ഇപ്പോൾ പുന്നപ്ര വയലാർ നൽകുന്നത്. ഏറ്റവും സമരോജ്വലമായ അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഏറ്റവും വലിയ ആവേശകരമായ ഒരു മടക്കമാണ് അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിയിരിക്കുന്നത്, ജന്മനാട് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ എനിക്കിപ്പം അഭിലാഷ് മോഹനുണ്ട്. കഴിഞ്ഞ 2-2.5 മണിക്കൂറായി നമ്മൾ ഈ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തുന്ന ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പലരും ഇടറി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, ചിലരുടെ നാവ് പൊട്ടി ചോര പുറത്തേക്ക് വരുന്നു. എന്തൊരു വികാരമായിരുന്നു ഇവിടെ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്രയും തീവ്രമായ വൈകാരികമായ ഒരു യാത്രയപ്പ്. അതും ഓർക്കണം, കഴിഞ്ഞ 6 വർഷമായി നമ്മുടെ പൊതുരംഗത്ത് സജീവമല്ലാത്ത ഒരു നേതാവിന് വേണ്ടി എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇനി പുതുതായി ആരും ക്യൂവിൽ ജോയിൻ ചെയ്യാൻ പാടില്ല എന്ന് വിലക്കുകയും വന്ന വാഹനങ്ങളെ റിക്രിയേഷണൽ ഗ്രൗണ്ടിലേക്ക് തിരികെ വിടുകയും ചെയ്ത് അങ്ങനെ അവസാനിപ്പിച്ചതാണ് ഇവിടുത്തെ പൊതുദർശനം. അതല്ല എങ്കിൽ ഇത് രാത്രി വരെ ആണെങ്കിലും ആളുകൾ വന്നുകൊണ്ടേയിരിക്കും എന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു കേരളം കണ്ട ഏറ്റവും വലിയ യാത്രയപ്പുകളിൽ ഒന്നിന് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ വൈകിയിരിക്കുന്നു, 2:45 സമയം. ഇനി പാർട്ടി DC ഓഫീസിലേക്ക് 3 മണിയാകുമ്പോഴേക്ക് എത്തും. എനിക്ക് തോന്നുന്നു VSന്റെ സംസ്കാര ചടങ്ങുകൾ വലിയ ചുടുകാട്ടിലേക്ക് എത്താൻ രാത്രിയാവാനാണ് സാധ്യത. തീർച്ചയായും അഭിലാഷ്, എന്തായാലും ഒരു രാത്രി 7-8 മണിയിലേക്ക് ആ സംസ്കാര ചടങ്ങുകൾ നീളാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് പോകുന്നത്. അവിടെ പൊതുദർശനം പരമാവധി കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു അരമണിക്കൂർ കൊണ്ട് അവിടെ നിന്ന് VSനെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിക്കാൻ, അവിടെയാണ് ഈ ആലപ്പുഴയുടെ ജനാവലിക്ക് വേണ്ടി, പൗരസമൂഹത്തിന് വേണ്ടിയുള്ള പൊതുദർശനം ഏർപ്പാടാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും അവിടെ 2 മണിക്കൂറെങ്കിലും അവിടെയും പൊതുദർശനം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ പാർട്ടി നേതൃത്വം ആലോചിക്കുന്നത് ഈ റിക്രിയേഷൻ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആലപ്പുഴ ബീച്ചിലാണ്. അവിടെ നിന്ന് തിരുവമ്പാടിയിലേക്ക് വിലാപയാത്രയായി VSന്റെ ഭൗതിക ശരീരം കൊണ്ടുവരിക. തിരുവമ്പാടിയിലേക്ക് എത്തുമ്പോൾ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസാണ് തിരുവമ്പാടിയിൽ. അവിടെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കളുണ്ട്. അവരെല്ലാവരും അണിനിരന്നുകൊണ്ട് തിരുവമ്പാടിയിൽ നിന്ന് VSനെ വലിയ ചുടുകാട്ടിലേക്ക്, വലിയ ചുടുകാട് എന്ന് പറയുന്നത് പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ ഓർമ്മ നിലനിൽക്കുന്ന മണ്ണാണ്. അതിന്റെ പോരാളിയാണ് VS. ആ VSന്റെ അവസാന യാത്ര തിരുവമ്പാടിയിൽ നിന്ന് പാർട്ടി നേതാക്കൾ കാൽനടയായി VSനെ വലിയ ചുടുകാട്ടിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ CPM നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ കാണാം, വേലിക്കകത്ത് വീട് ശൂന്യമായിരിക്കുകയാണല്ലേ അഭിലാഷ്? അതെ, തീർച്ചയായിട്ടും വേലിക്കകത്ത് വീടിന്റെ നാഥൻ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി മടങ്ങിയിരിക്കുന്നു. VS അച്യുതാനന്ദന്റെ പേര് ചേർത്താണ് വേലിക്കകത്ത് നമുക്ക് പരിചയം. ആ വേലിക്കകത്ത് ഇനി VS ഇല്ല, VS മടങ്ങിയിരിക്കുന്നു. വേലിക്കകത്തുനിന്ന് അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു CPIMന്റെ കണക്കുകൂട്ടലിലും അപ്പുറത്തുള്ള ജനമാണ് വീട്ടിലേക്ക് പ്രവഹിച്ചത്. പൊതുദർശനം പ്രധാനമായും റിക്രിയേഷണൽ ഗ്രൗണ്ടിലും പാർട്ടി DC ഓഫീസിലുമാണ് തീരുമാനിച്ചത്. കുടുംബാംഗങ്ങൾക്കും പിന്നെ ഈ പുന്നപ്ര നിവാസികൾക്കും, പുന്നപ്ര പറവൂർ നിവാസികൾക്കും അടുത്ത ബന്ധുക്കൾക്കും എന്ന നിലയിലാണ് വീട്ടിൽ വെക്കാൻ തീരുമാനിച്ചത്. പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് അനസ്യൂതം ജനപ്രവാഹം ഉണ്ടായി. വോളണ്ടിയർമാർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തവണ്ണം ജനത്തിന്റെ തിരക്ക് ഇവിടെ ഉണ്ടായി. ഒടുവിൽ ഇനി പറ്റില്ല, ഇതിൽ കൂടുതൽ സമയം ഇവിടെ വെക്കാൻ സാധിക്കില്ല എന്ന ഒരു നിലയിൽ പാർട്ടി തന്നെ ഏർപ്പെടുത്തിയ ക്രമീകരണം കൂടുതൽ ആളുകളെ ഇനി ക്യൂവിൽ ചേരുന്നതിൽ നിന്ന് വിലക്കി. അങ്ങനെ ആണ് ഈ ബാക്കിയുള്ള ആളുകളോട് റിക്രിയേഷണൽ ഗ്രൗണ്ടിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനി ഇത് ആലപ്പുഴയിലെ ആദ്യത്തെ പൊതുദർശനം കഴിഞ്ഞതേ ഉള്ളൂ. ഇനി 2 പൊതുദർശനം ബാക്കി നിൽക്കുകയാണ്. റിക്രിയേഷണൽ ഗ്രൗണ്ടിൽ അത് മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഒപ്പം പാർട്ടിയുടെ പ്രവർത്തകർക്ക് വേണ്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രി രാവിലെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയതാണ്. ഇങ്ങോട്ട് വരാൻ അദ്ദേഹം ആദ്യം ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വാഹനം പൂർണ്ണമായും അകത്തേക്ക് പോകാനുള്ള സംവിധാനം
സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നില്ല. വളരെ സ്ഥലപരിമിതി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായതാണ്. ഇനി എനിക്ക് തോന്നുന്നു വലിയ ചുടുകാട് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള സ്ഥലമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള സ്ഥലമാണ്. പി കൃഷ്ണപിള്ള മുതൽ ടി വി തോമസ്, ജോർജ് ചടയമുറി തുടങ്ങി KR ഗൗരിയമ്മ വരെ നീണ്ട ഒരു നിര നേതാക്കളുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത് അവിടെയാണ്. അവർ ഉറങ്ങുന്നത് അവിടെയാണ്. അവിടേക്കാണ് VS അച്യുതാനന്ദനും പോകുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, രണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വൈകാരികമായ സ്ഥലമാണ് വലിയ ചുടുകാട്. അപ്പോൾ വലിയ ചുടുകാട്ടിലേക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചതിനും അപ്പുറത്തുള്ള വലിയ ജനക്കൂട്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എനിക്ക് തോന്നുന്നു VSന്റെ സംസ്കാര ചടങ്ങുകൾ രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വൈകാരികമായ VS എത്തുന്ന സമയത്ത് അവിടെ ഒരു ജനസമുദ്രം തന്നെ എന്നത്, അതും വികാരനിർഭരമായി ആഞ്ഞലയടിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ടായിരിക്കും VS തന്റെ ഈ വിലാപയാത്ര പൂർത്തിയാക്കുന്നത്, ഈ അന്തിമയാത്ര പൂർത്തിയാക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല.